ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. യൂറോപ്യൻ മാർക്കറ്റ് US മാർക്കറ്റ് ഒരു മിക്സഡ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഡൗ ജോൺസ് ഏകദേശം 78 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. S&P ഫ്ലാറ്റാണ്. നസ്ഡാക്ക് 61 പോയിൻറ്റ് പോസിറ്റീവാണ്. ഡൗ ജോൺസ് നെഗറ്റീവും നസ്ഡാക്ക് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 31 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മളൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. ഇന്നും മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയായിരിക്കും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതൽ. നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോകാം. ഡേ ചാർട്ടിൽ ഇന്നലെയും സപ്പോർട്ട് എടുത്തത് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു സപ്പോർട്ട് ലൈനിലാണ്. 24,545 24,635 എന്നുള്ള സപ്പോർട്ട് സോണിലാണ് ഇന്നലെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ത് ബേസിൽ വരച്ചിരിക്കുന്നതാണെന്ന്. ഈ ട്രെൻഡ് ലൈൻ നേരത്തെ വരച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഡേ ക്യാൻഡിലാണ്. ഡേ ക്യാൻഡിലിലെ ക്യാൻഡിലുകളുടെ ബോട്ടം വച്ചിട്ട് വരച്ചിരിക്കുന്ന ട്രെൻഡ് ലൈനാണിത്. ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് നമ്മൾ ഈ ഒരു ക്യാൻഡിലൂടെ കണക്ട് ചെയ്തിട്ട് വരച്ചിരിക്കുന്നതാണ്. ഈ ഒരു 4 ക്യാൻഡിൽ എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കയുടെ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ക്രാഷായിട്ട് മാർക്കറ്റ് താഴെ പോയി. അത് മാത്രമാണ് നമ്മളൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് അത് നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ കൂട്ടാണ്ട് നമ്മളത് അങ്ങോട്ട് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു കോൺഫ്ലുവൻസ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 2 ദിവസത്തിന് മുന്നേ ഉള്ള പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഫ്ലുവൻസ് ട്രേഡിംഗ് അനുസരിച്ച് നമുക്ക് ഈ ഒരു സോണും ഈ ഒരു ട്രെൻഡ് ലൈനും എപ്പോഴാണോ ഒരു പോയിന്റിലെത്തുന്നത് ആ സമയത്ത് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറും. അപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ ദിവസം മിക്കവാറും ഇവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവിടെ നിന്ന് ഇന്ന് തന്നെ ഒരു ബ്രേക്ക് ഔട്ടിനും സാധ്യതയുണ്ട്. അപ്പം എന്തായാലും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന സമയത്ത്, അതിനാണ് കോൺഫ്ലുവൻസ് ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഒരുമിച്ച് വരുന്ന സമയത്ത് അവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ടിന് സാധ്യത വളരെ കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറും. അപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 പോയിൻറ്റ് താഴോട്ട് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 500-600 പോയിൻറ്റ് മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24,000 ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്താണ് കയറുന്നതെങ്കിൽ 25,000 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ ട്രെൻഡ് ലൈൻ. നമുക്ക് ഡേറ്റയിലോട്ട് പോവാം. ഡേറ്റ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റോക്സിൽ 1076 കോടിക്ക് FIS ബൈയിങ് ആണ്. അതുപോലെ തന്നെ സ്റ്റോക്കിൽ DIS 2567 കോടിക്ക് ബൈ ചെയ്തിട്ടുണ്ട്. നെറ്റ് ബൈയിങ് ആണ്. ഇന്ന് എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആണ്. ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സിൽ FIS കോൾ ഓപ്ഷൻ 99,000 ഏകദേശം 1 lakh അടുപ്പിച്ച് ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ 1.35 lakh ക്വാണ്ടിറ്റി ബൈയിങ് ആണ്. പ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ബൈയിങ് ആണ്. കോൾ ഓപ്ഷൻ 1.37 lakh ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ ബൈയിങ് ആണ്. പുട്ട് ഓപ്ഷൻ 91,000 ക്ലൈൻറ്റ് സെല്ലിംഗ് ആണ്. പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും 3.3 lakh ക്വാണ്ടിറ്റി കോൾ ഓപ്ഷൻ സെല്ലിംഗ് ആണ്. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടെ നോക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ 24,600 ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചസ്. ഓക്കെ, മാർക്കറ്റ് ചിലപ്പോൾ ആദ്യത്തെ സെഷൻ ചിലപ്പോൾ മുകളിലോട്ട് പോയിട്ട് ഒരു 24 ഒരു മിനിറ്റ് നമുക്ക് ചാർട്ടിലോട്ട് പോകാം. ഓക്കെ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് എങ്ങാനും ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കും. ഈ ഒരു റെസിസ്റ്റൻസ് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് കിട്ടിയാലും ഈ ഒരു റെസിസ്റ്റൻസ് 2 സൈഡിലോട്ട് ചിലപ്പോൾ മൂവ്മെൻറ്റിനുള്ള സാധ്യത ഉണ്ട്. ഇന്ന് നാരോ CPR ആണ്. 24,587 മുതൽ 24,609 വരയ്ക്കും ഏകദേശം 20 പോയിൻറ്റിൻ്റെ 22 പോയിൻറ്റിൻ്റെ നാരോ CPR ആണ്.
ഈ ഒരു ഭാഗത്ത് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ സി പി ആറിനുള്ളിലോ സി പി ആറിന് തൊട്ട് മുകളിലോ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും മുകളിലോട്ട് ആദ്യത്തെ സെഷൻ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും കൃത്യമായിട്ട് നോക്കുക. സി പി ആർ ബ്രേക്കൗട്ട് കിട്ടും. ഇന്നത്തെ ദിവസം സി പി ആർ ബ്രേക്കൗട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നാരോ സി പി ആർ ആണ്. അപ്പോൾ മിക്കവാറും ആദ്യത്തെ സെഷൻ മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,666 24,683 റേഞ്ച് നോക്കുക. അത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മുകളിലോട്ട് 24,762 24,780 ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ച് മിക്കവാറും 24,800 വരയ്ക്കും കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം 24,800 വരയ്ക്കും ചിലപ്പോൾ മാർക്കറ്റ് കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ രണ്ടാമത്തെ സെഷനിൽ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് വരാനും സാധ്യതയുണ്ട്. അപ്പം മുകളിലോട്ടുള്ള ലെവൽസ് നോക്കുക. 24,666 24,683 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അടുത്ത ടാർഗറ്റ് 24,762 24,783. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ, അതായത് സി പി ആറിന് മുകളിലോ സി പി ആറിനുള്ളിലോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സി പി ആർ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,528 24,510, സെക്കൻഡ് ടാർഗറ്റ് 24,838 24,838 24,438 24,439. ഓക്കെ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സി പി ആർ ബ്രേക്ക് ചെയ്തിട്ടാണ് ആദ്യത്തെ 5 മിനിറ്റ് താഴോട്ട് ക്ലോസിങ് വരുന്നതെങ്കിൽ താഴോട്ട് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അല്ല, ഫസ്റ്റ് 5 മിനിറ്റ് സി പി ആറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ് ട്രെൻഡിനും സാധ്യതയുണ്ട്. അപ്പം ആദ്യത്തെ 5 മിനിറ്റ് ക്ലോസിങ് നോക്കുക. പിന്നെ എക്സ്പയറി ഡേ ആണ്. പ്രീമിയം പെട്ടെന്നും താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വലിയ മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ക്യാൻഡിലുകളിലൊക്കെ ആയിരിക്കും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ. ഇന്നലത്തെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്സൈഡ് പോയിരുന്നു. മാർക്കറ്റ് മുകളിലോട്ട് പോയെങ്കിലും പ്രീമിയം അത്ര കയറുന്നുണ്ടായിരുന്നില്ല. കാരണം ക്യാൻഡിലുകളെല്ലാം വളരെ ചെറിയ ക്യാൻഡിലുകളാണ്. ഏകദേശം രാവിലെ 10 മണി മുതൽ തുടങ്ങിയ മൂവ്മെൻറ്റാണ്. 24,567 24,627 ഏകദേശം 50 പോയിൻറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് 4-5 മണിക്കൂറാണ്. അപ്പോൾ ഈ 4-5 മണിക്കൂർ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രീമിയം അങ്ങ് മെൽട്ടായിക്കൊണ്ടിരിക്കും. ഫീച്ചേഴ്സ് ചെയ്യുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് എക്സ്പയറി ഡേയുടെ തലേന്ന്. അപ്പം ഇന്ന് എക്സ്പയറി ഡേ ആണ്. അപ്പം വലിയ മൂവ്മെൻ്റ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ വലിയ മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വലിയ മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഇന്നത്തെ ദിവസം ഓപ്ഷൻസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ എന്നാലും രണ്ട് സൈഡും ട്രെൻഡിങ്ങിനുള്ള സാധ്യതയുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ വലിയ ക്യാൻഡിലുകളാണെങ്കിൽ മാത്രം ട്രേഡ് എടുത്തിട്ട് സിംഗിൾ ക്യാൻഡിലുകളിൽ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം ഇത്രയൊക്കെയുള്ളൂ ലെവൽസ്. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെയുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.